ഹായ് എവ്രി വൺ. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്രിപ്റ്റ് അരിത്മെറ്റിക് പ്രോബ്ലം ആണ്. അപ്പോൾ ഇത് മോഡ്യൂൾ 3യുടെ ഒരു പോർഷനാണ്. അപ്പം ഇത് നമ്മൾ നേരത്തെ എടുക്കാത്തതുകൊണ്ടാണ് ഇപ്പം ഒരു വീഡിയോ ഇടുന്നത്. ക്രിപ്റ്റ് അരിത്മെറ്റിക് പ്രോബ്ലം എന്ന് പറയുന്നത് ബേസിക്കലി യൂസിങ് ദ റൂൾസ് ഓഫ് അരിത്മെറ്റിക്സ് നമ്മൾ നമ്പർ അസൈൻ ചെയ്യുവാണ്. ആർക്ക്? ആൽഫബറ്റ്സിന് നമ്മൾ നമ്പർ അസൈൻ ചെയ്യുവാണ്. അപ്പം നമ്മൾ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്ന വേർഡൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. സോ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുവാണ്. ഓരോ ആൽഫബറ്റിനും ഓരോ നമ്പർ വെച്ച് അസൈൻ ചെയ്ത് ഇതിനെ എൻക്രിപ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി. അതാണ് ക്രിപ്റ്റ് അരിത്മെറ്റിക് പ്രോബ്ലം, അല്ലെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷനാണ് ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇനി ക്രിപ്റ്റ് അരിത്മെറ്റിക് പ്രോബ്ലത്തിനകത്ത് നമ്മൾ അതിൽ തുടങ്ങുന്നതിന് മുൻപ്, ഒരു എക്സാമ്പിൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൽഫബറ്റിനാണ് നമ്മൾ നമ്പർ അസൈൻ ചെയ്യുന്നത്. ഈ അസൈൻ ചെയ്യുന്ന നമ്പർ വിൽ ബി ബിറ്റ്വീൻ 0 ആൻഡ് 9, 0, 1, 2, 3 അപ് ടു 9 വരെ. ഓരോ ആൽഫബറ്റിനും യൂണീക്ക് ആയിട്ടുള്ള അസൈൻമെൻ്റ് ആയിരിക്കും, യൂണീക്ക് അസൈൻമെൻ്റ് ആയിരിക്കും വരുന്നത്. അതായത് ഇപ്പം എമ്മിന് ഞാൻ 2 കൊടുത്തു, അങ്ങനെയാണെങ്കിൽ ഓയ്ക്ക് എനിക്ക് 2 കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ. ലെഫ്റ്റ് മോസ്റ്റ് ആൽഫബറ്റ് വിൽ ബി 1. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ലെഫ്റ്റ് മോസ്റ്റ് ഏതാണോ കിടക്കുന്നത് അത് 1 ആയിരിക്കും അതിൻ്റെ വാല്യൂ. അപ്പോൾ ഇത്രയും റൂൾസ് മനസ്സിൽ വിചാരിച്ച് നമുക്ക് ഈ ഒരു പ്രോബ്ലം ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അപ്പം ആദ്യമേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഉള്ള വാല്യൂസ് ഏതൊക്കെയാണ്? 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഇനി നമുക്ക് ഏതൊക്കെ ആൽഫബറ്റാണ് ഉള്ളത് എന്നുള്ളത് നോക്കണം അല്ലേ. SEND, സെൻഡ്. MORE ഇല്ല, കാരണം ഈ ഓൾറെഡി ഉണ്ട്. MONEY. അപ്പം ഇത്രയും ആൽഫബറ്റ്സ് ആണ് നമുക്ക് ഉള്ളത്. അപ്പം എമ്മും എന്നും ഒക്കെ ഓൾറെഡി നമ്മൾ ഓൾറെഡി മുന്നിൽ എഴുതിയതുകൊണ്ടാണ് നമ്മൾ താഴെടുത്ത് എഴുതാൻ കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുത്തെഴുതിയതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി അടുത്ത് എന്താണ്? നമ്മൾക്ക് റൂൾസിൽ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത്. ലെഫ്റ്റ് മോസ്റ്റ് ആൽഫബറ്റ് വിൽ ബി 1. നമ്മുടെ ലെഫ്റ്റ് മോസ്റ്റ് ആൽഫബറ്റ് എന്ന് പറയുന്നത് M ആണ്. അപ്പം എമ്മിൻ്റെ വാല്യൂ 1. അപ്പം ഞാനിവിടെ എമ്മിൻ്റെ വാല്യൂ എന്താണ്? എനിക്ക് 1 ആണ്. അപ്പം ഞാൻ ഈ 1 കട്ട് ചെയ്യുവാണ് കേട്ടോ. കാരണം വെച്ചാൽ ഒരു ആൽഫബറ്റിന് ഒരു നമ്പർ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം M അല്ല, ബാക്കിയുള്ള വാല്യൂസ് ഒന്നും M അല്ല. ഇനി M എവിടെയൊക്കെയാണ് വരുന്നത് അവിടെ ഞാൻ 1 വെച്ച് ഫില്ല് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം അതാണ് നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞു. ഇനി അടുത്തത്, ഇവിടെ ഈ എമ്മിൻ്റെ വാല്യൂ 1 വരണമെന്നുണ്ടെങ്കിൽ ഈ S+M എന്ന് പറയുന്ന ഈ ഒരു ആൻസർ ഇറ്റ് ഷുഡ് ബി 2 ഡിജിറ്റ് അല്ലേ. അതായത് 10 മുതൽ 18 വരെ എവിടെയെങ്കിലും ആയിരിക്കണം. 18 എന്തുകൊണ്ടെന്ന് വെച്ചാൽ 9 + 9 ആയിരിക്കുമല്ലോ മാക്സിമം വാല്യൂ. സോ ഇറ്റ് ഷുഡ് ബി സംവെയർ ഫ്രം 10 അപ് ടു 18. ഇനി എനിക്ക് ഓൾറെഡി M എന്ന് പറയുന്നത് 1 ആണ് എന്നുള്ളത് എനിക്ക് ഓൾറെഡി അറിയുകയും ചെയ്യാം. സോ S+M ഷുഡ് ബി എ 2 ഡിജിറ്റ് നമ്പർ ആൻഡ് M ഇസ് നത്തിങ് ബട്ട് 1. M 1 ആയിരിക്കുന്ന കേസിൽ എസ്സിന് ഏത് വാല്യൂ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് 2 ഡിജിറ്റ് വരിക? നമ്മുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 9 ആണ് അല്ലേ. 9 + 1 ഇസ് നത്തിങ് ബട്ട് 10. 8 + 1 എന്താണ്? 9 ആണ്. ആൻഡ് ദാറ്റ് ഇസ് നോട്ട് 2 ഡിജിറ്റ്. അപ്പം എസ്സിൻ്റെ വാല്യൂ എന്താണ് നമുക്ക് കിട്ടിയത്? 9 എന്ന് നമുക്ക് കിട്ടി. അപ്പം എസ് എന്തുകൊണ്ടാണ് 9 ആയത്? ബിക്കോസ് നമുക്കിവിടെ ക്യാരി വന്നു. ഓക്കെ, ഇവിടെ ക്യാരി വന്നുകൊണ്ട് നമുക്ക് S+M 2 ഡിജിറ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എസ്സിന് 9 കൊടുത്തത്. സോ ദ വാല്യൂ ഓഫ് എസ് ഇസ് നത്തിങ് ബട്ട് 9. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? അടുത്തത് O ആണ്. 9 + 1 ഇസ് നത്തിങ് ബട്ട് 10. അപ്പം O എന്ന് പറയുന്നത് 0 ആണ്. 1 ഇവിടെ ക്യാരി വന്നു, ഇവിടെ 0 വന്നു. അപ്പം ഓയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇത് കണ്ടോ? ഇത്രയും നമ്മൾ ചെയ്തു. അപ്പോൾ ഓയുടെ വാല്യൂ, O എവിടെയൊക്കെ വരുന്നു അവിടെ ഓയുടെ വാല്യൂ ഫില്ലിൻ ചെയ്ത് പോവുക. ഇനി അടുത്തത് E+O എന്ന് പറയുന്നത് N ആണ്. E+O N എന്ന് പറയുമ്പോഴത്തേനും എന്താണ്? ഇവിടെ ഈ ഒരു E എന്ന് പറയുന്നത് എന്താണോ അത് തന്നെയായിരിക്കും N എന്നാണ് ഇവിടെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. കാരണം E+0 ഇസ് നത്തിങ് ബട്ട് N. അപ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇയും എന്നും ഈക്വൽ ആണ്. പക്ഷെ ആ ഒരു കേസ് ഇവിടെ പോസിബിൾ ആണോ? ഇല്ല. യൂണീക്ക് അസൈൻമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. വിച്ച് മീൻസ് ദാറ്റ് ഇവിടെ ഒരു ക്യാരിയുടെ പോസിബിലിറ്റി ഉണ്ട്.
അപ്പോൾ തൽക്കാലത്തേന് ഞാൻ ജസ്റ്റ് ഇക്ക് ഞാനൊരു റാൻഡം നമ്പർ കൊടുക്കുകയാണ് 5. ഓക്കെ, അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മിഡ് വാല്യൂ ആണ്. 5 എന്ന് പറയുന്നത് ഒരു മിഡ് വാല്യൂ ആണ്. അതുകൊണ്ടാണ് ഞാൻ 5 കൊടുക്കുന്നത്. 5ഓ 6ഓ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പം ഞാനിവിടെ തൽക്കാലത്തേന് ഇക്ക് ഞാൻ കൊടുക്കുന്ന വാല്യൂ 5 ആണ്. ഓക്കെ, ഞാൻ ഇക്ക് 5 എന്ന് വാല്യൂ കൊടുത്തു. അപ്പം ഈ 5 ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ക്യാരി ഇവിടെ വന്നു, മാക്സിമം 1 ക്യാരിയേ വരത്തുള്ളല്ലോ. 5+1 എന്നിൻ്റെ വാല്യൂ ഞാൻ 6 കൊടുത്തു. ഇനി ഇയും എന്നെ എവിടെ വരുന്നത്, ഞാനവിടെ 5ഉം 6ഉം വെച്ച് ഫില്ലിൻ ചെയ്യുവാണ്. ഓക്കെ, അപ്പം ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എന്താണ്, ഇയുടെ വാല്യൂ 5ഉം എന്നിൻ്റെ വാല്യൂ 6ഉമാണ്. അപ്പോൾ 5ഉം 6ഉം നിങ്ങൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് ഡിയോ ആർ വൈയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇനി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് n+r = e. n എന്ന് പറയുന്നത് 6 ആണ്. r എന്നാ നമുക്കറിയത്തില്ല. 5 അല്ല, നമ്മൾക്കിവിടെ ഒരു ക്യാരി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സോ ടോട്ടൽ 15 ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ എന്താവണം, ആറിൻ്റെ വാല്യൂ 9 ആവണം. ആറിൻ്റെ വാല്യൂ 9 ആയാൽ മാത്രമേ നമുക്ക് ടോട്ടൽ ഇവിടെ 15 വരത്തുള്ളൂ. പക്ഷെ 6 9 ആവാനായിട്ട് പറ്റൂല്ല. കാരണം എന്തുകൊണ്ടാണ്, 9 ഓൾറെഡി നമ്മൾ എസ്സിന് കൊടുത്തു. അപ്പം എന്താണ് നമ്മൾ അനുമാനിക്കേണ്ടത്, ഇവിടെ ഒരു ക്യാരി ഉണ്ട്. ഇഫ് മൈ ആർസ് വാല്യൂ ഇസ് 8, then my total number will be 14 +1 മൈ ക്യാരി ആണെന്നുണ്ടെങ്കിൽ ഇതിവിടെ 15 ആകും. ഓക്കെ, അപ്പം ആറിൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടി, ആറിൻ്റെ വാല്യൂ 8 ആണ് നമുക്ക് കിട്ടി. ആറിൻ്റെ വാല്യൂ 8. ഇനി ഡിയും ഇയും വൈയും. ഇ 5 ആണ്. d+5 = y. ഡി ഞാൻ തൽക്കാലത്തേന് 7 കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ 4+5 എന്ന് പറയുന്നത് എനിക്ക് 9 ആയിരിക്കും. 3+5 എനിക്ക് 8 ആണ്. 2+5 എനിക്ക് 7 ആണ്. 7+5 വരുമ്പോഴത്തേനും വാട്ട് ഐ ഗെറ്റ്, ഇറ്റ്സ് 12. 12 എന്ന് പറയുമ്പോൾ y2ഉം എനിക്കിവിടെ ഒരു ക്യാരിയും കിട്ടും. വിച്ച് മീൻസ് ദാറ്റ് നമ്മൾ അത്രയും നേരം ചെയ്ത എല്ലാ കാൽക്കുലേഷൻസും കറക്റ്റ് ആയിരിക്കും. സോ ദ വാല്യൂ ഓഫ് ഡി ഇസ് നത്തിങ് ബട്ട് 7 ആൻഡ് വാല്യൂ ഓഫ് y ഇസ് നത്തിങ് ബട്ട് 2. അപ്പം ഇത്രയും ഞാനിവിടെ ചെയ്തു. എനിക്ക് എല്ലാ ആൽഫബറ്റ്സിനും അതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് കിട്ടി. ആൻഡ് അതുപോലെ തന്നെ എന്താണ്, എല്ലാം യുണീക്ക് അസൈൻമെൻറ്റുമാണ്. ഇനി ഇതെങ്ങനെയാണ് ഞാൻ ക്രോസ് ചെക്ക് ചെയ്യുന്നത്, ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാം ഒന്ന് സമ്മേഷൻ ചെയ്ത് നോക്കാം. 9, 5, 6, 7, 1, 0, 8, 5 ഇത് ആഡ് ചെയ്ത് നോക്കാം. 12, 15, 6, 9+1, 10, 1, 0, 6, 5, 2. ഓക്കെ, ഇത് രണ്ടും സെയിം ആണ്. വിച്ച് മീൻസ് ദാറ്റ് യു ഹാവ് കംപ്ലീറ്റഡ് ദ ക്രിപ്റ്റ് അരിത്മെറ്റിക് പ്രോബ്ലം കറക്റ്റ്ലി. ഇനി ഈ ഫോമിൽ തന്നെ നീ എഴുതാവോ, നിങ്ങൾ ആരും ഈ ഒരു വേറെ രീതിക്ക് ലൈക്ക് ഡിക്ക് വേറൊരു വാല്യൂ വരരുത്, അങ്ങനെയൊന്നും അല്ല. ഇത് കംപ്ലീറ്റ്ലി ഒരു ട്രയൽ ആൻഡ് എറർ ബേസ്ഡ് മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ഇതിന് കൂടുതൽ ടൈം കൺസ്യൂമിങ്ങും ആയിരിക്കും. ഈ വാല്യൂസ് മാത്രമേ വരാവുന്നില്ല. നമ്മളിങ്ങനെ സമ്മപ്പ് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ കറക്റ്റ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ലെഫ്റ്റ് മോസ്റ്റ് നമ്പർ 1 ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2+2 = 4 അല്ലെങ്കിൽ 2+2 gives 4. ഇതിനെങ്ങനെ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പോസിബിൾ ആയിട്ടുള്ള ആൽഫബറ്റ്സിനെ എല്ലാം എഴുതുവാണ്. 5, 6, 7, 8, 9. T, W, O, F, O ഓൾറെഡി എഴുതി, U ആൻഡ് R. ഇത്രയും കാര്യങ്ങൾക്കാണ് നമ്മൾ നമ്പർ അസൈൻ ചെയ്യേണ്ടത്. സോ വാട്ട് ഈസ് ആർ റൂൾ നമ്പർ 1, നമ്മുടെ ലെഫ്റ്റ് മോസ്റ്റ് ക്യാരക്ടർ 1 ആയിരിക്കും, ലെഫ്റ്റ് മോസ്റ്റ് ആൽഫബറ്റ് 1 ആയിരിക്കും. സോ എഫ് ഇസ് നത്തിങ് ബട്ട് 1. എഫ് 1 ആവണമെന്നുണ്ടെങ്കിൽ ടിയും ഇറ്റ് ഷുഡ് ബി എന്താണ്, എ 2 ഡിജിറ്റ് നമ്പർ. സോ 2T ഷുഡ് ഗിവ് എ 2 ഡിജിറ്റ് നമ്പർ. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള 5 കഴിഞ്ഞിട്ടുള്ള എല്ലാ കോമ്പിനേഷനും 2 ഡിജിറ്റ് നമ്പറാണ് കൊടുക്കുന്നത്. സോ വാട്ട് ഐ എം ഡൂയിങ്, ഐ എം ടേക്കിംഗ് ദി ഹയസ്റ്റ് നമ്പറാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. സോ ഞാൻ ടിക്ക് 9 കൊടുത്തു എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി മൈ സം, 9 + 9 വിൽ ബി നത്തിങ് ബട്ട് 18. 9 വിൽ ബി 18. ഓക്കെ, അപ്പോൾ ഞാൻ 1ൻ്റെ ക്യാരി വരും. അപ്പം ഇവിടെ എനിക്ക് O8 ആണെന്നും കിട്ടി, എനിക്ക് T2 9 ആണെന്ന് കിട്ടി. അപ്പോൾ O8 ആണ്. അപ്പോൾ ഞാനിതിവിടെ പ്ലേസ് ചെയ്യുന്നു.
ഇത് രണ്ടും 8 ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് 8 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 6 എന്ന് പറയുന്നത് 16 ആയിരിക്കും അല്ലേ? അപ്പം 6 6. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡബ്ല്യുവിൻ്റെയും യുവിൻ്റെയും വാല്യൂ ആണ്. നമുക്ക് ഈ ഒരു കോമ്പിനേഷനിൽ ഏത് കോമ്പിനേഷൻ വേണോ ഡബ്ല്യുവിനും യുവിനും കൊടുക്കാം. ഇപ്പം ഡബ്ല്യുവിന് ഞാൻ കൊടുക്കുന്നത് 2 ആണെന്ന് വിചാരിക്കും. സോ ഇഫ് ഐ എം ഗിവിങ് W2 അങ്ങനെയാണെങ്കിൽ യു എന്ന് പറയുന്നത് എൻ്റെ 5 ആയിരിക്കും. ഞാനിപ്പോൾ ഡബ്ല്യുവിന് 3 കൊടുക്കുന്നുണ്ടെങ്കിൽ 3 3 6 + 1 7 ആയിരിക്കും എനിക്ക് യുവിന് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണോ ഡബ്ല്യുവും യുവിൻ്റെയും വാല്യൂ കൊടുക്കാം. അപ്പം ഇതാണ് ഞാൻ എടുത്തെഴുതിയ എൻ്റെ രീതിക്കുള്ള ഒരു ഒരു ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി സമ്മേഷൻ ചെയ്ത് നോക്കാം. TWO ആഡ് ചെയ്യാം. 6 5 1 8 F5 സോ 1856 1856 രണ്ടും കറക്റ്റാണ്. ഇനി നിങ്ങൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും ഈ ഒരു സൈഡിൽ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ആദ്യമേ നമ്മൾ ഈ ഒരു 1000s പ്ലേസ് നമ്മൾ നോക്കി, പിന്നെ 100s പ്ലേസ്, പിന്നെ 10s, പിന്നെ 1s. അങ്ങനെയാണ് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതേണ്ടത്. അപ്പം ഇത് ഓരോ സ്റ്റെപ്പും ഇലാബറേറ്റ് ചെയ്ത് എഴുതുക. അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാനിവിടെ ബോർഡിൽ എഴുതുന്നതുകൊണ്ട് മായ്ച്ചും ഒക്കെ എഴുതും, പക്ഷെ എക്സാം പേപ്പറിൽ എഴുതുമ്പോൾ നീറ്റായിട്ട് എഴുതുക. സോ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അത്രയും സിമ്പിളാണ്, എന്നാൽ ടൈം കൺസ്യൂമിങ്ങുമാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ.